വെസ്റ്റ് ഹിൽ വിജിൽ തിരോധാന കേസിൽ സരോവരത്തെ ചതുപ്പിൽ കണ്ടെത്തിയ മൃതദേഹങ്ങൾ വിജിലിന്റേത് തന്നെയെന്ന് DNA പരിശോധനയിൽ സ്ഥിരീകരിച്ചു. അമ്മയുടെയും സഹോദരന്റെയും DNA സാമ്പിളുകളുമായി സാമ്യമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കണ്ണൂരിലെ റീജിയണൽ ഫോറൻസിക് ലാബിലെ പരിശോധനാ ഫലം എലത്തൂർ പോലീസിന് ലഭിച്ചു. 2019 മാർച്ചിലാണ് വെസ്റ്റ് ഹിൽ സ്വദേശി വിജിലിനെ ദുരൂഹ സാഹചര്യത്തിൽ കാണാതായത്. അന്ന് പോലീസ് മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്തുവെങ്കിലും പിന്നീട് അന്വേഷണം നിലച്ചു. ഇപ്പോൾ വരാമെന്ന് അമ്മയോട് പറഞ്ഞാണ് 2019 മാർച്ച് 24-ന് രാവിലെ വിജിൽ വീട്ടിൽ നിന്നും ഇറങ്ങിയത്. ഒരു സുഹൃത്തിന്റെ ഫോൺ കോൾ വന്നതാണ് വീട്ടിൽ നിന്ന് പോകാൻ കാരണം. സാധാരണ വീട്ടിൽ ധരിക്കുന്ന വസ്ത്രത്തിൽ തന്നെ ബൈക്കുമായി ഇറങ്ങിയ മകനോട് എവിടെ പോകുന്നു എന്ന അമ്മയുടെ ചോദ്യത്തിന് ഉടൻ തന്നെ വരാമെന്ന മറുപടിയും നൽകി. പകൽ പലതവണ അമ്മ വിളിച്ചപ്പോൾ ഉടൻ വരാമെന്ന് പറഞ്ഞ മകന്റെ ഫോൺ രാത്രിയോടെ സ്വിച്ച് ഓഫ് ആയതോടെയാണ് അന്വേഷണം ആരംഭിച്ചത്. 3 ദിവസം കഴിഞ്ഞിട്ടും വിജിലിനെ കാണാതായതോടെ പിതാവ് പരാതിയുമായി എലത്തൂർ സ്റ്റേഷനിലെത്തി. മാൻ മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങി. എന്നാൽ അധികം വൈകാതെ കോവിഡ് നിയന്ത്രണങ്ങൾ വന്നതോടെ അന്വേഷണത്തിൽ പുരോഗതി ഉണ്ടായില്ല. അതിനിടെ പോലീസ് ഉദ്യോഗസ്ഥർ പലതവണ മാറി മാറി വന്നു. തുടർന്ന് കൊലപാതക സാധ്യത ചൂണ്ടിക്കാട്ടി അന്വേഷണം ഊർജിതമാക്കി. ഒടുവിൽ വർഷങ്ങൾക്ക് ശേഷം കേസ് വീണ്ടും പൊടിതട്ടിയെടുത്തതോടെയാണ് അന്വേഷണം വിജിലിന്റെ സുഹൃത്തുക്കളിലേക്ക് എത്തിയത്. അമിതമായ ലഹരി ഉപയോഗത്തിനിടെ വിജിൽ മരിച്ചുവെന്നും പിന്നാലെ മൃതദേഹം സരോവരത്തെ ചതുപ്പിൽ കുഴിച്ചിട്ടുവെന്നുമാണ് സുഹൃത്തുക്കളായ KK നിഖിൽ, ദീപേഷ് എന്നിവർ മൊഴി നൽകിയത്. ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നായിരുന്നു വിജിൽ കൊല്ലപ്പെട്ടുവെന്ന് കണ്ടെത്തിയത്. വിജിൽ മയക്കുമരുന്ന് ഉപയോഗിച്ചതിനെ തുടർന്ന് ബോധം നഷ്ടപ്പെടുകയും സുഹൃത്തുക്കൾ സരോവരത്തെ ചതുപ്പിൽ കുഴിച്ചുമൂടിയെന്ന വെളിപ്പെടുത്തൽ പ്രതികൾ നടത്തുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരാഴ്ചയിലധികം നടത്തിയ തിരച്ചിലിലാണ് സരോവരത്തെ ചതുപ്പിൽ നിന്ന് വിജിലിന്റെ മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചത്. മൃതദേഹം കെട്ടിത്താഴ്ത്താൻ ഉപയോഗിച്ച കല്ലുകളും കണ്ടെത്തിയിരുന്നു. വിജിലിന്റെ അവസാന ടവർ ലൊക്കേഷൻ സരോവരമാണ് എന്നും അതേസമയം വിജിലിന്റെ സുഹൃത്തുക്കളായ നിഖിലും രഞ്ജിത്തും ദീപേഷും അവിടെ ഉണ്ടായിരുന്നുവെന്നും ടവർ ലൊക്കേഷൻ പരിശോധനയിലൂടെ പോലീസ് കണ്ടെത്തി. തുടർന്ന് നിഖിലിനെയും ദീപേഷിനെയും വീണ്ടും ചോദ്യം ചെയ്തു. പിന്നാലെ ഇരുവരും സത്യം വെളിപ്പെടുത്തുകയായിരുന്നു. മാർച്ച് 24-ന് സുഹൃത്തുക്കളായ നിഖിലും രഞ്ജിത്തും ദീപേഷിനും ഒപ്പം സരോവരത്തെത്തിയ വിജിൽ അവിടെ വെച്ച് അവർക്കൊപ്പം ബ്രൗൺ ഷുഗർ ഉപയോഗിച്ചുവെന്നാണ് പോലീസ് പറയുന്നത്. വിജിലിന്റെ കയ്യിൽ മയക്കുമരുന്ന് കുത്തിവെച്ചുവെന്നും പ്രതികൾ നൽകിയ മൊഴിയിലുണ്ട്. അല്പസമയം കഴിഞ്ഞ് വിജിൽ കുഴഞ്ഞു വീണുവെന്നും ലഹരി വിടുമ്പോൾ എഴുന്നേറ്റ് പൊയ്ക്കോളുമെന്ന് കരുതി സ്ഥലത്ത് നിന്നും പോയി എന്നുമാണ് പ്രതികളുടെ മൊഴി. പിറ്റേന്ന് സ്ഥലത്തെത്തിയപ്പോൾ മരിച്ചു കിടക്കുന്ന വിജിലിനെയാണ് കണ്ടത്. സത്യം പുറത്തറിയാതിരിക്കാൻ മൂവരും ചേർന്ന് തെളിവുകൾ നശിപ്പിക്കാനും മൃതദേഹം കുഴിച്ചുമൂടാനും പദ്ധതിയിട്ടു. വിജിലിനെ ചതുപ്പിലൂടെ വലിച്ചിഴച്ച് ചവിട്ടി താഴ്ത്തുകയും സമീപത്തെ വീട് പൊളിച്ചതിന്റെ അവശിഷ്ടങ്ങളിൽ നിന്നും കല്ലുകൾ എടുത്ത ശരീരത്തിൽ കെട്ടിവെക്കുകയും ചെയ്തു. മൃതദേഹം പൊന്തി വരാതിരിക്കാനായിരുന്നു ഇങ്ങനെ ചെയ്തത്. പിന്നീട് വിജിൽ നാടുവിട്ടുവെന്ന് വരുത്തി തീർക്കാൻ വിജിലിന്റെ ബൈക്ക് കല്ലായി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ഉപേക്ഷിക്കുകയായിരുന്നു. വിജിലിനെ കുഴിച്ചുമൂടി 8 മാസങ്ങൾക്ക് ശേഷം അസ്ഥികൾ ശേഖരിച്ച് വരയ്ക്കൽ കടപ്പുറത്ത് വെച്ച് ശേഷക്രിയ നടത്തിയതായും പ്രതികൾ പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. 50 മീറ്ററിലധികം ദൂരം ചെളിയും കല്ലും മരത്തടികളും കോരി മാറ്റി പരിശോധിച്ചു. പോലീസ്, ഫയർഫോഴ്സ്, മണ്ണുമാന്തി യന്ത്രങ്ങൾ, കടാവർ നായ്കൾ, സന്നദ്ധ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള വലിയൊരു സംഘം നടത്തിയ തിരച്ചിലിൽ 50 അസ്ഥിഭാഗങ്ങൾ, ശരീരത്തിന്റെ അവശിഷ്ടങ്ങൾ, കെട്ടിത്താഴ്ത്തിയ കല്ലുകൾ, കയറുകൾ എന്നിവയും കണ്ടെത്തി.